ഹായ്, നമ്മളിതാ ഇപ്പോൾ ഷിമോഗയിലുള്ള റൂമിലുള്ള. അപ്പോൾ നമ്മൾ ജാൻചുട്ടീൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു പരിപാടി ഇടതാ മമ്മിയും ടീമും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ദേവാ? ആരാ അറേഞ്ച് ചെയ്തത്? പൊന്നനും അച്ചൂട്ടമ്മ അച്ചൂട്ടനെ പോയ. അപ്പൊ നമ്മളെ പൊന്നനും അച്ചൂട്ടനും മമ്മിയും എല്ലാരും കൂടി നല്ല ഡെക്കറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. നോക്കിയാട്ടെ നല്ല ബലൂണെല്ലാം വെച്ച് നോക്കിയാൽ നല്ല അലങ്കരിച്ച് നോക്കിയാട്ടെ. ദൈവൂട്ടിന്റെ പണി അതെ. അച്ചൂട്ടനെ എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ബലൂണെല്ലാം കാറ്റടിച്ചിട്ടില്ല നല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാ രാവിലെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഉണ്ട്. ഇത് അച്ചുവിന്റെ ഡോളല്ലേ? അതെന്തിനാ ഇടാ പൊന്നുരുക്ക് നിൽക്ക പൂച്ചക്കത്താ കാര്യം വെച്ചു. അത് വേണം നമുക്ക്, അത് എടുത്ത് മാറ്റാം. അത് നിന്റെ ഡോളല്ല, അത് ഈടെ വെക്കണം. ഏച്ചിന്റെ ഡോളാ? അപ്പൊ മോളെ ഡോൾ എടുത്തു സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്റെ മോള്. ഒന്ന് വേഗം എടുത്തില്ല. അയ്യോ അതിനെ വെക്കുന്നുണ്ട്, ഒന്ന് മാത്രം വെച്ചാൽ പറ്റൂല. അതെയാ മോളെ, ഇത് അച്ചുവിന്റെ പ്രിയപ്പെട്ട ഡോള് വെച്ചാൽ അത്രയും പ്രിയപ്പെട്ടല്ലേ, ക്യൂട്ടിയാണല്ലേ അച്ചു. എല്ലാം എവിടെ പോകണ്ടെങ്കിലും അച്ചു ഇതിടാണ്ട് പോലല്ലേ അച്ചു. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഡോളാണിത്. ഇത് ഏച്ചിൻ്റെ ഡോളാണ്. ഇത് നമ്മൾ കേക്ക് വയ്ക്കട്ടെ, 3 വിധം കേക്ക്. ചോക്ലേറ്റ് ഇവർക്കും ബാക്കി എനക്കും ബാക്കി ദേവോട്ടനും ആ രീതിയിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള. പിന്നെ ഇത് കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. ഇത് രാവിലെ ജാനുവിന് മമ്മി കൊടുത്ത ഗിഫ്റ്റാണ്. ഈ ബാഗ് പപ്പ കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ജാൻചുട്ടി മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഹായ് ജാനു. വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ എൻ്റെ മോള്. ഇത് കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായാ? ഓക്കെയാ? എവിടെ ഇരിക്കണം? ഇവിടെ നിന്നാണ് കേക്ക് കട്ടിങ്. കേക്ക് കട്ട് ചെയ്തോ ജാനു? ഓക്കെ അല്ലേ? എന്നാ പിന്നെ തുടങ്ങാലല്ലേ? എല്ലാവരും ഒന്ന് കൈമുട്ടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഷിമോഗയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നത് അല്ലേ ജാനു? ജാനുവിൻ്റെ ബർത്ത്ഡേ എപ്പോഴെങ്കിലും അല്ലേ നമ്മൾ ടൂർ പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞ കൊല്ലം മൈസൂർ നാട്ടാ നടത്തിയ അല്ലേ? അതിൻ്റെ അപ്പുറത്തെ കൊല്ലം വേറൊരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ ജാനുവിന് ഭയങ്കര ലെക്കാന്നല്ലേ ജാനു? ഓരോ സ്ഥലത്തു നിന്നാണ് പരിപാടി എടുത്ത് പപ്പ കൊടുത്തിട്ട്. താങ്ക് യു. അച്ചൂട്ടിൽ നമ്മളൊരിക്കൽ പാർക്കിൽ നിന്ന് കുറിച്ചു അച്ചു, ബീച്ചിൽ നിന്ന് ചാൽ ബീച്ചിൽ നിന്ന് കുറിച്ചിട്ട് നമ്മൾ പരിപാടിയിലാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ പപ്പൻ്റെ വലിയ വയ്യ. ശ്രുതി, നമ്മൾ ആദ്യമായിട്ടല്ലേ ഷിമോഗ വന്നിട്ട് ഇങ്ങോട്ട് കേക്ക് കട്ടിങ് അല്ലേ? നല്ല റൂമും കിട്ടിയല്ലേ? നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല റൂമും കിട്ടിയല്ലേ ജാനു? മോള് ഹാപ്പിയാണോ? മോക്ക് എന്താ പറയാനുള്ളേ? എന്തെങ്കിലും പറയാറാ? എന്നാലും പറ, മോക്ക് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷമില്ലേ? എന്നിട്ടോ? വെരി ഗുഡ്. അച്ഛൻ മറ്റേ ഗിഫ്റ്റ് എടുത്ത് മോള് കൊടുക്കാൻ വെച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ ചേച്ചിക്ക്. ഇതാ എൻ്റെ അച്ഛൻ മോള്, ഇതാ ചേച്ചിക്ക് ഗിഫ്റ്റ് കാണിച്ചട്ടെ ഗിഫ്റ്റ് വെപ്പിക്കുന്നായിട്ട്. അപ്പം നമ്മളെ മോളെ ബർത്ത്ഡേക്ക് ഇതാ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഏതോ നാട്ടിൽ വന്നിട്ട് ഇവിടെ ആഘോഷം. എന്തായാലും മക്കൾക്ക് നല്ല എൻജോയ് ചെയ്യാനേ. എന്തായാലും നമുക്കും അത്രയല്ലേ വേണ്ടു. നമ്മളീ പറഞ്ഞ പോലെ നമ്മളെ സന്തോഷമല്ല, മക്കളെപ്പറ ഇതുപോലുള്ള സന്തോഷത്തിൽ കൂടുമ്പോഴല്ല നമുക്ക് സന്തോഷം. എന്തായാലും വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കുന്നതിനെക്കാട്ടും നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ ടൂർ വന്നിട്ട് ഏതോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിലാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ മക്കൾ ഫുൾ ഹാപ്പിയാണ്. പിന്നെ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയാട്ടെ അപ്പുറത്ത് ഇതാ വെടി പൊട്ടുന്നു. ഞാൻ പറഞ്ഞ് ജാനുവിൻ്റെ പരിപാടിക്ക് പപ്പിയും മമ്മിയും കൂടി അറേഞ്ച് ചെയ്തതാണ് ഈ വെടിക്കെട്ട് എന്നാണ് മോളൊക്കെ പറഞ്ഞത്. ഓള് വിശ്വസിച്ചൊന്നുമില്ല കേട്ടോ. ഓളെ ആൾ നല്ല പിടിക്കുക, എല്ലാം മനസ്സിലാവുന്ന ആളാണ് അവള്. എന്തായാലും നമ്മൾ റൂമിൽ നിന്നുണ്ടല്ലോ ഇത് കാണുമ്പോണ്ടല്ലോ നല്ല രസമായിരുന്നു കേട്ടാ. അങ്ങനെ ബർത്ത്ഡേ ഉണ്ടല്ലോ ശരിക്ക് കളർഫുള്ളായിനെ. പിന്നെ ഇപ്രാവശ്യം വാങ്ങിയ കേക്ക് ഉണ്ടല്ലോ നല്ല രസമായിന് കേട്ടാ. 3 ഫ്ലേവറാണ് വാങ്ങിയത്. അപ്പം 3 തിന്നിട്ടുണ്ടല്ലോ മതിയായിട്ടില്ല. ഇതാ ഒരുത്തിതാ തിന്നുകൊണ്ടേയിരിക്കുന്നു. ഡയറ്റാന്ന് കാര്യം എന്നല്ലാന്ന് എപ്പോഴും പറയാം, പക്ഷേ കേക്ക് കണ്ടാലുണ്ടല്ലോ ശ്രുതിൻ്റെ ഡയറ്റും പോവും എല്ലാം പോവും കേട്ടോ. അപ്പോൾ സമയം ലേറ്റായി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ നേരെ നാട്ടിലേക്ക് തിരിക്കണം.